اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർറാഹിമായ അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശം നീ പൂർത്തിയാക്കണം റഹ്മാനെ. ജീവിക്കുന്ന കാലം വരെ ഈമാനോട് തഖ്വയോടെ ജീവിപ്പിക്കണം റഹ്മാനെ. പരിശുദ്ധമായ റമളാനിലെ ലൈലത്തുൽ ഖദ്ർ അല്ലാഹുവേ, അന്നത്തെ ഒരു രാത്രി ഒരു സുബ്ഹാനല്ലാഹ് എന്ന ദിക്റെങ്കിലും ചൊന്നിട്ടു ഞങ്ങൾക്ക് രക്ഷപ്പെടുകയുള്ള ഒരു മാർഗം ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനൊട്ടിಗೆ ജയിലിൽ ഇന്നോ രണ്ട് ചങ്ങായിമാർ ഒട്ടിയെന്നോ രണ്ട് ആളുമാർ രണ്ട് കിനാവിൻ്റെ വിഷയത്തിൽ അതിൻ്റെ വ്യാഖ്യാനം അതിൻ്റെ നിജസ്ഥിതി കേട്ടാൽ അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ചൊന്തു അതെന്താക്കണം ഞാൻ ഉണ്ടാക്കുന്ന എനിക്ക് ചൊന്നു തന്നെ ആ വിഷയമായിട്ട് കിട് ഇന്നലെ ചൊന്നു. പക്ഷേ ആ വ്യാഖ്യാനം ചൊന്നു കൊടുക്കുന്നത് മുന്നുള്ളായിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം അങ്ങോട്ടേക്ക് ചില വിഷയം ചൊല്ലു, അഥവാ ഇസ്ലാമിനെ കുറിച്ച് ദീനിനെ കുറിച്ചിട്ട് ചൊന്നു കൊടുക്കും. അവിടെ എന്തോ നേരെ ബഹുമാനപ്പെട്ടവർ അതിൻ്റെ നിജസ്ഥിതി ചൊല്ലാണ്ട് അവിടെ കുറേ വിഷയം ചൊല്ലു. ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത, ആഖിറത്തിനെ കൊണ്ട് വിശ്വസിക്കാത്ത സത്യനിഷേധികൾക്കുള്ള മില്ലത്ത്, ആ പാത ഞാനതൊക്കെ വിട്ടുവാൻ ചൊല്ലു. എന്ത് അവിടെ അങ്ങനെ ചൊല്ലുള്ള കാരണം അത് ഇമാമിങ്ങൾ ചൊല്ലാറ് ഇങ്ങ് ദുനിയാവിൻ്റെ വിഷയം ആയിട്ട് കേട്ടോ. ഞങ്ങൾക്ക് കിനാവ് കണ്ട വിഷയം ദുനിയാവുടെ വിഷയം. ആ ദുനിയാവിൻ്റെ വിഷയത്തിനേക്കാളും വലിയ ഒരു അഗത്യന്ന വിഷയമായിട്ട് ദീനിൻ്റെ വിഷയം. അതായത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനൊക്കെ അറിയാം, ഇതിൽപ്പെട്ട ഒരാൾ എന്താവും, തൂക്കുമരത്തിൽ പോയിട്ട് ചാവേണ്ടി വരും, മരിക്കേണ്ടി വരും. അപ്പോൾ അയാൾ ഒന്നും കൂടി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അയാളും കൂടി സോത്തു പോകുത്തീറ നാളെ മാത്രം സ്വർഗത്തിൽ കടന്നുമയ്യാൽ അംഫുസക്കും അഹ്ലീക്കും നാറ, നരകത്തെ തൊട്ട് നിന്റെ തളിരെയും കാക്കണോ, നിന്റെ കുടുംബത്തിന് തളിരെയും കാക്കണോ ഖുർആൻ ചൊല്ലും. അതുപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടെ മനസ്സിലാക്കിയിട്ട് ഹത്താ ലാ യമൂത്ത് അൽ കുഫർ, ഇയാൾ കാഫിറായിട്ട് മരിക്കാൻ പാടില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായിട്ട് മരിക്കും. അതേപോലെ ഇയാളെ മേലെ കാഫിറായിട്ട് മരിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്താ നിർബന്ധമായി പോകും. ആ നിരക്കായി പോകരുത്. അതിന് മുന്നേ എന്താക്കുന്നു, ഇസ്ലാമിൻ്റെ പ്രബോധനം, ദീനി ദഅവത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുറേ വിഷയം ചൊന്തു ഒസാലിക്കുമാ മിമ്മ അല്ലമനി റബ്ബി. ഞാൻ കുറേ വിഷയം ചൊന്നല്ലേ, ഇത് എൻ്റെ സ്വന്തം അഭിപ്രായമല്ല. ഞാൻ ഇതെല്ലാം ചൊന്നു തണ്ടത് എൻ്റെ റബ്ബ് എനിക്ക് വഹി അറിയിച്ച ആ വഴിയിൽ കൂടിയാണ്. എനിക്കെൻ്റെ റബ്ബ് അറിയിച്ചു തന്ന വന്നിട്ടാണ് അറിയിച്ചത്, എനിക്ക് വഹി അറിയിക്കുന്നത്. അല്ലാതെ ഞാനൊരു ജ്യോത്സ്യനായതുകൊണ്ട്, ഞാനൊരു ജ്യോത്സ്യമായിട്ട് എനിക്ക് ഇത് ചെന്നുകൊണ്ടുള്ളതല്ല, അല്ലെങ്കിൽ ഇത് നക്ഷത്രം നോക്കിയിട്ട് കണക്ക് ചെന്നുകൊണ്ടുള്ളതല്ല. ഞാനൊരു ജ്യോത്സ്യന്മാർ ചൊല്ലും പോലെ കൈ ലക്ഷണം നോക്കി ചൊല്ലേ, അങ്ങനത്തെ ഒരു ലക്ഷണം ചൊല്ലല്ല. ഇത് മുഴുവനും മിനല്ലാഹി, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വഹി പ്രകാരമാണ്. അള്ളാഹുവിൻ്റെ വഹി പ്രകാരമാണ്, അള്ളാഹുവിൻ്റെ ആ ഇൽമു പ്രകാരമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്നിട്ട് അവിടെ ചൊല്ലു വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിമ വഇസ്ഹാഖ വയാഖൂബ്. ഞാൻ ചൊന്നുറ ഇന്നു മുന്നേ ഒരിക്കലും ആവശ്യം വിട്ടു ചൊന്നിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അവിടെ വേണം, എന്നെങ്കിലും പദവികൾ ഉയർത്തുവത്രേ. ഇപ്പം ഇസ്ലാമിൻ്റെ പ്രബോധനത്തിലേക്ക്, ദീനി ദഅവത്തിലേക്ക് എത്തുമ്പോൾ ബഹുമാനപ്പെട്ട അഡ്രസ്സ് പറയുന്നത്, ഇങ്ങനെ മനസ്സിലാക്കിയ പോലെ ഒരു അടിമയല്ല, എനിക്ക് അഡ്രസ്സുണ്ട്. എൻ്റെ എല്ലാ ഇതും ഞാൻ പിൻപറ്റിയത് എൻ്റെ ഉപ്പാപ്പമാർ, എൻ്റെ പാപ്പന്മാരുടെ മില്ലത്തിനാണ്. അതാരാണ് എൻ്റെ പാപ്പ? കാരണം അന്ന് ലോകത്തറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരംഭിച്ചെന്നെങ്കിൽ, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ആരംഭിച്ചെന്നെങ്കിൽ, യൗഖൂബ് നബി അലൈഹി സ്വലാം ആരംഭിച്ചെന്നെങ്കിൽ അന്ന് എല്ലാവർക്കും കൊണ്ടുണ്ടു. അങ്ങനെയുള്ള പാത ഞാൻ പിൻപറ്റിയതാണ്. കാരണം അവരെ എക്രാസ് പറയുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാർ എന്താക്കും, ഓ ഇയാൾ സാധാരണ ആളല്ല,
ലോകം അറിയപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളാണ്. ഫൈദാ ലഹറ അന്നഹു വലദുഹും, അവരുടെ മക്കളാണ് എന്ന് അറിഞ്ഞെങ്കിൽ, അങ്ങനെ മക്കളാണെന്ന് നമ്മൾ தெரிഞ്ഞെങ്കിൽ അങ്ങനെന്താക്കുക, അള്ളമൂഹു, ആ യൂസുഫ് അലൈഹി ഇസ്ലാം ബഹുമാനിക്കുവാർ. വനളറു ഇലൈഹി ബിഐനിൽ ഇജ്ലാലി, ബഹുമാനത്തിൻ്റെ നോട്ടം കൊണ്ട് നോക്കുവാർ. അല്ലേ, ഒരു അഡ്രസ്സുള്ള ഒരാളാകുമ്പോൾ ഇന്നാളോ ഇന്നറായത്തോ ഇന്ന ഒരു അറിയപ്പെട്ട ആൾ നമുക്ക് ഞങ്ങൾ അതനുസരിച്ചിട്ടുള്ള ബഹുമാനവും ആദരവും അയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അതേപോലെ ബഹുമാനപ്പെട്ടവർ ചൊന്തു, ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ്, യഹൂദ് അലൈഹി ഇസ്ലാമിൻ്റെ പാത പിൻപറ്റിയവരാണ്. ഇതറിയുമ്പോൾ അങ്ങ് ബഹുമാനിക്കുവാറ്, അങ്ങ് ആ ബഹുമാനത്തിൻ്റെ നോട്ടം കൊണ്ട് നോക്കുവാറ്. ചിലപ്പോൾ ബഹുമാനപ്പെട്ടവരെ ആ പഴക്കത്തിനും വലിയ അംഗീകാരം കൊടുക്കുവാറ്. എന്നിട്ട് ചൊല്ലുന്നു, മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈഇൻ, ഞങ്ങൾക്ക് അള്ളാഹുവിനെ കൊണ്ട് ഒരു വിഷയത്തിലും അള്ളാഹുവിനെ കൊണ്ട് മുശ്രിക്കാവാൻ കൂറുകൂട്ടാൻ ഞങ്ങൾക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരാകുന്ന ഞങ്ങൾക്ക് ഒരിക്കലും പറ്റിയതല്ല. കാരണം ശിർക്കിൻ്റെ ഇനങ്ങൾ ചമ്മയുണ്ട്. അതായത് ഉണ്ട് ഫമിൻഹും മൻ യഅ്ബുദുൽ അസ്നാമ, ബിംബങ്ങൾക്ക് ആരാധിക്കുന്ന ഒരു കൂട്ടാൾമാരുണ്ട്. വമിൻഹും മൻ യഅ്ബുദുൻ നാറ, തീക്ക് ആരാധിക്കുന്ന ആൾമാരുണ്ട്. വമിൻഹും മൻ യഅ്ബുദുൽ കവാകിബ, നക്ഷത്രങ്ങൾക്ക് ആരാധിക്കുന്ന ആൾമാരുണ്ട്. ഓരോ കാലത്തും ഓരോരോ ഇത്. അതായത് ഇണ്ടിപ്പോൾ നോക്കുറായത്ത് അതും കുറേ പേർ ചെന്നിട്ട് ആ ദൈവം ഈ ദൈവം അത് ദൈവം ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കുന്നത്. മക്ക ഖുറൈശ് ലാത്ത ഉസ്സ അങ്ങനത്തെ പേര് ചെന്നിട്ട് ഞങ്ങൾ ദൈവമാണ്, ഞങ്ങൾ അള്ളാഹുവാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹുരൊട്ടിയുള്ള ഒരു അള്ളാഹുവാണ്, അങ്ങനെ ചെന്നുകൊണ്ടിരുന്നതാണ്. അന്നത്തെ കാലത്ത് അവർക്കുള്ളതായ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒന്നിനും ഞങ്ങൾക്ക് ശിർക്ക് വെക്കാൻ യോജിച്ചതല്ല. ഇതെല്ലാം ദാലിക മിൻ ഫദ്ലില്ലാഹി, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. എന്നിട്ട് അങ്ങൊന്ന് മനസ്സിലാക്കി കൊടുക്കുക, ഞങ്ങൾ ബുദ്ധിക്കൊന്ന് ആലോചനാക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ചൊല്ലു. അത് ചൊന്ന് പിന്നായിട്ട് ഇത് എന്താക്കടെ ഈ കിനാവിൻ്റെ താബീർ ചൊല്ലു. ഇത്രയും വിഷയം ഇന്നലെ ചൊന്ന് വെച്ചു. ഇനി ചൊല്ല്, യാ സാഹിബ സിജ്നി അഅർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് ذلك الدين القيم ولكن أكثر الناس لا يعلمون. ഇപ്പോൾ ശരിക്കും ഇസ്ലാമിൻ്റെ പ്രബോധനം ദീനിലേക്ക് വിളിക്കുന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന വിഷയമാണ്. യാ സാഹിബ സിജിനി, ഈ ജയിലറയിലുള്ള എൻ്റെ രണ്ട് ചങ്ങായിമാരെ, സ്വാഹിബിൻ്റെ ചങ്ങായി, ജയിലറയിൽ എൻ്റെ കൂടെയുള്ള രണ്ട് ചങ്ങായിമാരെ, അഅർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ, ചമ്മ റബ്ബിങ്ങ അഅർബാബുൻ മുതഫർരിഖൂന, വേറെ വേറെ ഐറ്റമുള്ള ചമ്മ റബ്ബ്, ഖൈറുൻ അങ്ങമാ ഖൈർ, അലമില്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ, എല്ലാം അടക്കി ഒതുക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹുവാണോ ഖൈറ്. വേറെ വേറെ ചെമ്മ അത് അല്ലാഹ് ഇത് അല്ലാഹ്, ആ ദൈവം ഈ ദൈവം ഇങ്ങനെ വിശ്വസിക്കലാണോ ഖൈറ്, അല്ലെങ്കിൽ ലോകത്തിനെ അടക്കി ഒതുക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹുവാണോ ഖൈറ്? നിങ്ങൾ ആലോചനാക്കൂ. ഇങ്ങനെ വേറെ വേറെ ദൈവത്തിൻ്റെ പേര് ചൊന്നിട്ടു, വേറെ വേറെ അള്ളാഹ് ചൊന്നിട്ടു, ഇതിനെ വിശ്വസിക്കലാണോ, ഇതിനെ ഇബാദത്ത് എടുക്കലാണോ ഖൈറ്? അലമില്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ, ഏകനായ എല്ലാത്തിനെയും അടക്കി ഒതുക്കി ഭരിക്കുന്ന അള്ളാഹുവാണോ ഖൈറ്? നിങ്ങൾ ആലോചനാക്കൂ. അവരെ മനസ്സിലേക്ക് കൊടുക്കുന്നു. നിങ്ങൾ ആലോചനാക്കൂ. വേറെ വേറെ പേര് വെച്ചിട്ട് ആ അള്ളാഹ് ഈ അള്ളാഹ് ചെന്നിട്ട് അതൊക്കെ സുജൂദ് ബൂടല ഖൈറ്, അതല്ല ഏകനായ ഒരു അള്ളാഹു വിശ്വസിച്ചിട്ട് പോരാ ഖൈർ. നിങ്ങൾ ആലോചനാക്കും. എന്നിട്ട് ചൊല്ലു, മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും,
നിങ്ങൾ അള്ളാഹുവിനെ വിട്ടിട്ടു ഇബാദത്ത് എടുക്കാറല്ലേ, അത് ചില പേർക്ക് മാത്രം നിങ്ങൾ വെച്ചോ. നിങ്ങൾ പേര് വെച്ചാൽ അങ്ങനത്തെ പേരുകല്ലാതെ വേറെ ഒരു ഇബാദത്തിന് മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കില്ല. മിൻ ദൂനിഹി അള്ളാഹുവിനെ വിട്ടിട്ട് ഇല്ല അസ്മാഅൻ കുറച്ച് പേരുകൾക്ക്. ഇങ്ങനത്തെ പേര് സമ്മയിത്ത് മൂഹ ಅದಕ್ಕೆ നിങ്ങൾ പേര് വെച്ചു. സമ്മയിത്ത് മൂഹ ಅದಕ್ಕೆ നിങ്ങൾ പേര് വെച്ചു. അന്തും നിങ്ങമേ ആബാഉക്കും നിങ്ങളുടെ ബാപ്പന്മാർ. നിങ്ങൾ ഒരു മൂർത്തി ഉണ്ടാക്കിയിട്ട് ഒരു കല്ലിക്ക് ಅದಕ್ಕೆ ഇന്ന പേര്, ആ ദൈവം ഈ ദൈവം അങ്ങനെ ആ ദൈവം മറ്റു പല പേരുണ്ടല്ലോ. അങ്ങനെ ഓരോ പേര് വെച്ചിട്ട് അത് നിങ്ങൾ ആരാധിക്കുന്നല്ലാതെ വേറെ ഒന്നും അല്ല. നിങ്ങൾ മാത്രമല്ല ಅದಕ್ಕೆ പേര് വെച്ചത്. ആബാഉക്കും നിങ്ങൾക്ക് മുന്നോട്ടോ ബാപ്പമാറും പേര് വെച്ചോ ചില മൂർത്തിയല്ലാതെ പേരല്ലാതെ വേറെ ഒന്നും ഇല്ല. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു അതിലേക്ക് ഒരു തെളിവ് പോലും ഒരു സാക്ഷി പോലും ഒരു പ്രമാണം പോലും അതൊക്കെയില്ല. നിങ്ങൾ ഇബാദത്ത് കല്ലുണ്ടല്ലേ, ಅದಕ್ಕೆ അള്ളാഹു ഇറക്കിയ ഒരു പ്രമാണമില്ല. ಅದಕ್ಕೆ സുജൂദാക്കണു, അതിനെ മുട്ട പോയിട്ട് ദയിക്കണു, അതിനെ മുട്ട അതിനെ പേര് ചെന്നിട്ട് അറക്കണു, എന്തും അതിലേക്ക് തെളിവില്ല, അതിലേക്ക് പ്രമാണമില്ല. അത് നിങ്ങൾ സ്വന്തം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അന്തരാക്കിയിട്ട് പേര് വെച്ചിട്ട് എന്നിട്ട് ആ പേരെ വിളിച്ചിട്ട് നിങ്ങൾ സുജൂദാക്കുന്നതല്ലാതെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഒരു പ്രമാണവും ഒരു തെളിവും ഇല്ല. ഇനിൽ ഹുക്കുമു, യഥാർത്ഥത്തിൽ ഹുക്കുമു, ഏതാണ് ഹലാല് ഏതാണ് ഹറാമ് ഏതാണ് ജായിസ് എന്ത് ആക്കൂത്തീറ ഈ നിയമം ഇല്ലാ ലില്ലാഹി, അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് മാത്രമാണ്. നിങ്ങളെ സ്വന്തമല്ല, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അല്ലാതെ നിങ്ങൾ ചൊന്നതല്ല. അമറ, ആ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, ആ അല്ലാഹുവല്ലാതെ വേറെ ആർക്കും നിങ്ങൾ ഇബാദത്ത് കൂട്ടിയിടാൻ ചെന്നിട്ടു ആ റബ്ബിന്റെ കൽപ്പനയാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് യഥാർത്ഥ മതം. കാക്കത്തുള്ള 1000 ദൈവങ്ങളെ വെച്ചിട്ട് ഇബാദത്ത് എടുക്കുന്നതല്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനാണ് ചൊവ്വായ നേരെയായ ദീന്. പക്ഷേ വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ, ചമ്മത്ത ആൾമാർക്കും അതുകൊണ്ട് അമൽ ചെയ്യുന്നില്ല. ഈ വിഷയം ചൊന്നെങ്കിൽ അത് കേട്ടില്ല എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടെ ചൊന്നു കൊടുക്കേ മുത്തഫർരിഖൂന ഖൈറുൻ, എത്രമാ ദൈവങ്ങളെ വെച്ചിട്ട് പേര് വെച്ചിട്ട് അതൊക്കെ ഇബാദത്ത് എടുക്കലാണോ ഖൈറ്? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ലോകത്തെ ഒതുക്കി അടക്കി ഭരിക്കുന്ന അള്ളാഹുവാണോ ഖൈറ്? എന്നിട്ട് അള്ളാഹു പറഞ്ഞു എന്ത് അന്ന കസ്റത്തുൽ ആലിഹത്തി, ചമ്മ ദൈവന്മാർ ഉണ്ടാവല് ചിലപ്പോൾ ഫിത്നയും ഫസാദും ഉണ്ടാകും. കാരണം ഒരു അള്ളാഹ് തീരുമാനിക്കും ഇപ്പം മഴ വേണം ചൊന്നിട്ടു, അപ്പത്തൊരു ദൈവം തീരുമാനിക്കും വേണ്ടാൻ ചൊന്നിട്ട് ഇവിടെ പ്രശ്നമില്ല. ഒരു അള്ള തീരുമാനിക്കും നല്ല ഒരു അരി കൊടുക്കുമെന്ന് ചെന്നിട്ടു, മറ്റൊരു അള്ളാഹുവിന്റെ തീരുമാനം അത് കൊടുക്കും തീരുമാനം ചെന്നിട്ടു. അതാണ് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ എന്ന് ചൊന്നോ. ആ ദുനിയാവില് അതേപോലെ എവിടെയാവട്ടെ ഇലാഹുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു അല്ലാതെ ചമ്മ വേറെ ഇലാഹ് ഉണ്ടെന്ന് ചെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ലഫസദതാ, ആ ദുനിയാവും ഫസാദാകും ആഖിറവും ഫസാദാകും. ഒരുത്തന്റെ വിശ്വാസത്തിൽ അള്ളാഹു മാത്രമല്ല വേറെ എത്രയോ ഇലാഹുകളുണ്ട്, വേറെയും എത്രയോ എന്തോ ദൈവങ്ങളുണ്ട് എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ, കാരണം ഒരു ദൈവം തീരുമാനിക്കും ഇന്നിവിടെ മഴ വേണം ചെന്നിട്ടു, മറ്റൊരു ഇലാഹ് തീരുമാനിക്കും വേണ്ടാൻ ചെന്നിട്ട്, അപ്പൊ എന്താവും? അല്ലെങ്കിൽ വിശ്വാസികൾക്കുള്ള മനസ്സിൽ നിങ്ങൾക്ക് ഉപകാരം തണ്ടോ അള്ളാഹു ആറ്, നിങ്ങൾക്ക് ശിക്ഷ തണ്ട അള്ളാഹു ആറ്, അവിടെ എന്താവും? മനസ്സിൽ തന്നെ ഒരു വിശ്വാസിയാകും. അപ്പൊ യഥാർത്ഥത്തിൽ അതല്ല ഖൈർ, ഏകനായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ് ഖൈർ. നിങ്ങൾ ചൊല്ലും പോലെ കിറ്റിയ ബിംബങ്ങളെ ദൈവമാക്കിയിട്ട് ഇബാദത്ത് എടുക്കുന്നത് ഒരിക്കലും ഖൈറല്ല. അതുകൊണ്ട് നീ എന്താക്കണം? യഥാർത്ഥ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. ഇനി മണ്ടവിടെ യഥാർത്ഥ റബ്ബാകുന്ന അള്ളാഹുവിനെ കൊണ്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തൗഹീദ് കലിമ കൊണ്ടിട്ട് നീ വിശ്വസിക്കണു. അല്ലാതെ നിങ്ങളെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങമേ അതൊക്കെ ഓരോ പേര് വെച്ചിട്ട് അതൊക്കെ ആരാധിക്കണം ചെന്നിട്ടു അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഒരു തെളിയും ഒരു അതൊക്കെ ഇന്നില്ല, പ്രമാണം ഒന്നും അതൊക്കെ ഇല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു. ആ വിഷയം അങ്ങ് ചൊന്നു കൊടുത്തിട്ട് അങ്ങനെ ഇസ്ലാമിലേക്ക് ദഅവത്താക്കിയിട്ട്, കാരണം ഇത് ഓതുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ, മുന്നോട്ട്
നിങ്ങളോടും കുറേ വട്ടം ഇസ്ലാമിൻ്റെ ദഅവത്ത് ചൊല്ലുകൊടുത്തിട്ടിരിക്കും. അപ്പോൾ ഒന്ന് കേട്ടിട്ടിരിക്കണം. ഇപ്പോൾ ചാൻസാണ്. കാരണം ഇപ്പം ഇങ്ങനെ കേട്ടാറല്ലേ, ആ കേട്ടപ്പോൾ എന്താക്കണം ഒന്നും കൂടി വ്യക്തമായി ഞാൻ യാക്കൂബ് നബി ഇസ്ലാമിൻ്റെ മക്കൾ കൂട്ടത്തിൽപ്പെട്ടവനാണ്, ഞാൻ നബിയാണ്, ഞാൻ ഏകനായ അള്ളാഹുവിനെ കൂടി വിശ്വസിച്ചവനാണ്. നിങ്ങളെപ്പോലെ കിറ്റ് ആളുമാർ ദൈവമായിട്ട് വിശ്വസിച്ചവനല്ല. അതിന് ഒരു ഹൈറുമില്ല, അത് ഇത്രയും ഫസാദും ഉണ്ടാകും. അതുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു. ആ തൗഹീദ് കലിമ ചൊല്ലുകൊടുത്തിട്ട് പിന്നെ പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു എന്നാണ് ഇനിയുള്ള ആയത്തിലാണ് അങ്ങ് കേട്ടോ ആ കിനാവിൻ്റെ സ്വപ്നം പറയുന്നത്. എന്താണ്? യാ സാഹിബ സിജ്നി അമ്മാ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറ വഅമ്മൽ ആഖറു ഫയുസ്ലബു ഫതഅകുലു ത്വയ്റ മിൻ റഅസിഹി ഖുളിയൽ അംറു അല്ലദീ ഫീഹി തസ്തഫ്തിയാൻ. എന്നാണ് ചൊല്ലുന്നത്. ഓ എൻ്റെ ജയിലിലുള്ള ചങ്ങായിമാരെ, രണ്ട് ചങ്ങായിമാരെ, വ്യക്തമായിട്ട് ചൊല്ലുന്നത്. വിശദീകരണം നാളെ പറയാം, അർത്ഥമൊന്ന് പറയാം. അമ്മ അഹദുകുമാ, നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ, നിങ്ങളെ രണ്ടാളുണ്ടല്ലോ ഇപ്പോൾ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഫയസ്ഖി റബ്ബഹു ഖംറ, അവൻ്റെ മുതലാളിക്ക് അല്ലെങ്കിൽ രാജാവിനിക്ക് അവൻ പണ്ടത്തെ പോലെ കള്ളെന്നാക്കും പിന്നെയും പോയിട്ട് കുടിപ്പിക്കും. പണ്ടാണ് മുന്നോട്ട് എന്താ പറയുന്നു? മുന്തിരിങ്ങ പീഞ്ഞിട്ട് ജ്യൂസാക്കിയിട്ട് കള്ളാക്കിയിട്ട് രാജാവിൻ്റെ ഇതിൽ കൊണ്ടുപോകും. അത് പണ്ടത്തെ ഡ്യൂട്ടി അവൻ. അതേപോലെ ഇനിയും അവനക്കൊരു ചാൻസ് ഉണ്ട്. അതാണ് എൻ്റെ കിനാവിൻ്റെ തഅബീർ. ഫയസ്ഖി റബ്ബഹു, അവൻ്റെ റബ്ബിനിക്ക്, അവൻ്റെ മുതലാളിക്ക് അല്ലെങ്കിൽ എൻ്റെ രാജാവിനിക്ക് അവൻ കുടിപ്പിക്കും. ഖംറൻ, കള്ളിനെ കുടിപ്പിക്കും. ജ്യൂസാക്കിയിട്ട് ആ മുന്തിരി പീഞ്ഞിട്ട് എന്നിട്ട് ആ കള്ളിനെ കുടിപ്പിക്കും. അപ്പോൾ രാജകൊട്ടാരത്തിൽ പാടുണ്ടോ? അവൻ പോയിട്ട് എത്തുക, പിന്നെയും രാജകൊട്ടാരത്തിലേക്ക് അവൻ എത്തും. അമ്മൽ ആഖറു, അവൻ ആരായിട്ടേക്കിത് ബസം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് ഉണ്ടാക്കിയിട്ടില്ല. ബസം ഇടാത്ത ആളാണ് അവൻ, മനസ്സിലാക്കാൻ അവിടെ ഉള്ളത്. അമ്മൽ ആഖറു ഫയുസ്ലബു, അവൻ കുക്കായിട്ട് രണ്ടാമത്തെ ആള്. അവനെ കുറിച്ചിട്ട് അമ്മൽ ആഖറു, മറ്റാള് ഫയുസ്ലബു, തൂക്കുമരത്തിലേക്ക് കയറ്റപ്പെടും. തൂക്കുമരത്തിൽ എന്നുകൊണ്ടായിട്ട് അവനെന്താക്കും? ബള്ളി ഇട്ടിട്ട് തൂക്കുമരത്തിലേക്ക് കയറ്റപ്പെടും. അവൻ മയ്യത്തായിട്ട് അവിടെ കടക്കും. അവൻ്റെ തലനെന്താക്കും? പക്ഷികൾ വന്നിട്ടുണ്ടാക്കും, കൊത്തിത്തിന്നും. രണ്ടാമത്തവൻ്റെ തഅബീർ അങ്ങനെയാണ്. ഒന്നാമത്തവനിക്ക് അവൻ്റെ രാജകൊട്ടാരത്തിൽ പോകാൻ ചാൻസ് ഉണ്ട്, പണ്ടത്തെ അതേ പണി കിട്ടും. രണ്ടാമത്തെ ആൾ ഞാൻ ചെന്നു എന്തിനുണ്ട്? അവൻ ബസം ഇട്ടിട്ട് അവിടെ പറഞ്ഞു, അങ്ങനെ അവൻ സ്വന്തം തിന്നാൻ വേണ്ടി പറഞ്ഞു, തിന്നില്ല. ഒരു മൃഗത്തിന് കൊടുത്തപ്പോൾ അതെന്തായി? ചത്തുപോയി. അതാണ് രണ്ടാമത്തെ. അവനെന്താക്കപ്പെടും? തൂക്കുമരത്തിലേക്ക് കയറ്റപ്പെടും. ഫയുസ്ലബു, അവനെ കയറ്റപ്പെടും തൂക്കുമരത്തിലേക്ക്. ഫതഅകുലു ത്വയ്റ മിൻ റഅസിഹി, അവൻ്റെ തലയിൽ വന്നിട്ട് പക്ഷികൾ ഇരുന്നിട്ട് അവനെന്താക്കും? കൊത്തി തിന്നും. എന്നിട്ട് ഖുളിയൽ അംറു അല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ കേട്ടോ ഈ രണ്ട് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ വിരിക്കപ്പെട്ടു പോയി. ഇനി ഒരു ചേഞ്ചസും ഇല്ല. ചിലപ്പോൾ ചാൻസ് ഉണ്ടേനാണ് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെന്നാ കിതാബ് ചൊല്ലും സ്നാത്ത വ്യാഖ്യാനത്തെ നോക്കാത്തത്. അപ്പം ഏതൊരു വിഷയത്തിൽ ഫത്വ കേട്ടാറ്, ഏതൊരു വിഷയത്തിൽ നിജസ്ഥിതി കേട്ടാറ്, ആ കാര്യം അങ്ങനെ ഉണ്ടാക്കപ്പെട്ടു, വിധിക്കപ്പെട്ടു. അപ്പൊ തൂക്കുമരത്തിൽ കയറ്റിനായില്ലേ, അതേപോലെ തന്നെ രാജകൊട്ടാരത്തിലേക്ക് പോയിനായില്ലേ എന്നുള്ള വിഷയം ഇൻഷാ അള്ളാഹിന്റെ വിശദീകരണം നാളെ ഉണ്ടാക്കാൻ നമുക്ക് പഠിക്കാം. ഏതായാലും രണ്ടാൾക്കുള്ള വിധി, ഒരാൾക്ക് രാജകൊട്ടാരത്തിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടി, മറ്റയാളെ തൂക്കുമരത്തിലേക്ക് കയറ്റുകയും ചെയ്തു. അർഹമർ റഹീമായ അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ